നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ശശി തരൂരിനെ കോൺഗ്രസ് ഒരു ഫുട്ബോൾ തട്ടും പോലെ തട്ടിക്കളിക്കുകയാണ്. ഇപ്പോ വന്ന് അദ്ദേഹത്തെ മീറ്റിംഗിൽ പോലും പങ്കെടുപ്പിക്കാത്ത രീതിയിൽ, അതായത് അതിന്റെ ഒരു രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നാണ് ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ശശി തരൂരിനോട് ഒരു വല്ലാത്തൊരു നയമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് വിട്ടുകളയുന്നുമില്ല. അത് ചിലപ്പോ ഇനി BJP-യിൽ പോയി അജയനായി കളയുമെന്ന ഒരു പേടി ഉണ്ടായിട്ടാണോ എന്താണ് ഇപ്പൊ ഈ കോൺഗ്രസ് ശശി തരൂരിനെ തള്ളാനും കൊള്ളാനും തയ്യാറാവാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത്? ശശി തരൂരിനെ തള്ളാനും കൊള്ളാനും ആകാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് നമുക്ക് എവർക്കും അറിയാം. അതിന് കാരണങ്ങളുമുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ആ രാഷ്ട്രീയ പാർട്ടിയിൽ കഴിവും കാര്യപ്രാപ്തിയും ഉള്ള ഒരാൾ തനിക്ക് മുകളിൽ വരണമെന്ന് ഒരു നേതാവും ആഗ്രഹിക്കില്ല. കാരണം ഇത്രയും കേരളത്തെ രാഷ്ട്രീയ രംഗത്ത് നോക്കിയാൽ, ഏത് രംഗത്ത് നോക്കിയാലും, രാഷ്ട്രീയത്തിന്റെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നോക്കിയാലും എല്ലാവരെയും കവച്ചു വെക്കുന്ന കഴിവുള്ള അല്ലെങ്കിൽ നല്ലൊരു പൊളിറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന എത്ര പൊളിറ്റീഷ്യന്മാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ സമകാലീനരായിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ KM മാണി, അങ്ങനെ K കരുണാകരൻ, അങ്ങനെ അവരും രാഷ്ട്രീയത്തിൽ എക്സൽ ചെയ്തിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അതിന്റെ രണ്ടാം തലമുറയിലേക്ക് വരുമ്പോൾ, വീണ്ടുമുള്ള തലമുറയിലേക്ക് വരുന്ന സമയത്ത് അത്തരം പ്രഗത്ഭരായ രാഷ്ട്രീയക്കാരൊന്നും തന്നെ ഒരു പാർട്ടിയിലും ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, ഒരു ഭരണവും ഇല്ലാതിരുന്ന കാലത്ത് ഇപ്പോ മാരാടവരോ KG മാരാരെ പോലുള്ളവരോ PP മൂന്നിനെ പോലുള്ളവരൊക്കെ ഇന്ന് ആൾക്കാർ സ്മരിക്കുന്നതിന് കാരണം അവർ ആ സമയത്ത് ഒന്നുമില്ലാതിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചവരായതുകൊണ്ടാണ്. കോൺഗ്രസിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിൽ പരിണതപ്രജ്ഞരായ നേതാക്കന്മാരുണ്ടായിരുന്നിടത്ത് അത്രയും കഴിവുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തിന്? ദേശീയ തലത്തിൽ പോലും അതിനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ദിരാഗാന്ധി, അത് കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, അത് കഴിഞ്ഞുണ്ടായ പുതിയ തലമുറയെ നോക്കുമ്പോൾ സോണിയാഗാന്ധി, അതിന് ശേഷമുള്ള തലമുറയെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് എന്ത് തരത്തിലുള്ള ഈ മുൻപുണ്ടായിരുന്ന പരിണതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളെ നോക്കുമ്പോൾ എന്ത് കഴിവും കാര്യപ്രാപ്തിയുമാണുള്ളത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അവിടെയാണ് എഴുത്തും വായനയും നല്ല രീതിയിൽ സംശീകരിക്കപ്പെട്ടിട്ടുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള ശശി തരൂരിനെ പോലുള്ള ഒരാൾ അവിടേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് അവരെ അലോസരപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം, സാധാരണ ഒട്ടുകൊടുക്കുന്ന നേതാക്കന്മാർക്ക്, നമുക്ക് ഈ സാധാരണഗതിയിലുള്ള അല്ലെങ്കിൽ പല രാഷ്ട്രീയത്തിൽ പലപ്പോഴും അടിമത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിണ്ടാതിരിക്കുക, കേൾക്കുന്നതൊക്കെ അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനെതിര് പറയുന്ന ആരും രാഷ്ട്രീയത്തിന് കൊള്ളാത്തവരാണ് എന്ന് വിധി എഴുതുന്ന കാര്യമാണുള്ളത്. നമുക്കറിയാം, കോൺഗ്രസിൽ അത് ഏറെക്കുറെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ജനാധിപത്യമാണ് ആർക്കും എന്ന് പറയാമെന്നുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള പാർട്ടികളൊക്കെ കേഡർ പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും അവർ മിണ്ടാതിരുന്ന് ഉള്ളിൽ അസ്വസ്ഥതയുണ്ടെങ്കിലും മിണ്ടാതിരിക്കുമ്പോഴും കോൺഗ്രസിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നോക്കൂ, ശശി തരൂരിനെ പോലുള്ള ഒരാൾ വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് കോൺഗ്രസിന് പ്രശ്നമുണ്ടായി തുടങ്ങിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസ് ദേശീയ ധാരയിൽ നിന്ന് അകന്നു പോകുന്നു എന്നത് വളരെ കൃത്യമായ കാര്യം തന്നെയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യത്തിന്റെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പൊ സഞ്ജയ് ഗാന്ധിയുടെ കാര്യമാണെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ ചർച്ച ചെയ്യേണ്ട വേദികൾ അദ്ദേഹം ചർച്ചയാക്കുമ്പോൾ അത് കോൺഗ്രസിനെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തിരുവനന്തപുരത്ത് അവർക്ക് മത്സരിക്കാനും വിജയിക്കാനും മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലാത്ത വിധം ശശി തരൂർ പ്രഗത്ഭനായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, വലിയ പ്രതീക്ഷയുമായി വന്ന ഇപ്പോഴത്തെ BJP-യുടെ അധ്യക്ഷൻ, അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയും വലിയ ക്യാമ്പയിനും ഒക്കെ നടത്തിയിട്ടും അദ്ദേഹത്തിന് കയം കൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതികൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ചയാവുമ്പോൾ അത് അദ്ദേഹം ആ കാര്യങ്ങൾ കൂടുതൽ പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്. സത്യത്തിൽ അദ്ദേഹമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി എന്നതിനുപരി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും വാങ്ങാൻ കഴിവുള്ള അദ്ദേഹത്തെ പോലെ ഒരാളെ പുറത്തു നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ലൊട്ടിലൊടുക്കുന്ന നേതാക്കന്മാരെ ഉയർത്തി കാണിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, ശശി തരൂരിനെ വെച്ച് നോക്കുമ്പോൾ എന്ത് ക്വാളിറ്റിയാണ്, ഏതെങ്കിലും ഒരു ക്വാളിറ്റി എങ്കിലും പറയാൻ കഴിയുമോ KC വേണുഗോപാലിന്? ഒരാളെ നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാരെ കമ്പയർ ചെയ്യുകയല്ല, പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ, ആ ആളെ തഴഞ്ഞുകൊണ്ടാണ് KC വേണുഗോപാലിനെ പോലുള്ള ഒരാളെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? കേരളത്തിൽ
ഇത്രയും നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളെ അവർ കൃത്യമായി തന്നെ ഒതുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ലൊട്ടിലൊടുക്കുന്ന നേതാക്കന്മാർക്ക് കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും വലിയ അവസരങ്ങളായി ഫീൽ ചെയ്യുമ്പോൾ കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവർക്ക് അവരുടെ അംഗീകാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച് പദവികൾ ലഭ്യമാകുന്നില്ല എന്നുള്ളത് അവരെ അലോസരപ്പെടുത്തും. അതിനാരെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. ഇപ്പൊ പലരും അങ്ങനെ തന്നെയാണ്. പലരും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാൻ സാഹചര്യം ഉണ്ടാകുന്ന ഇത്തരം ചില പ്രശ്നങ്ങളുടെയും ഈഗോകളുടെയും ഒക്കെ ആകത്തുകയാണ്. അത്തരം ആൾക്കാർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പറഞ്ഞ് പരിഹരിക്കാതെ അവരെ പുറത്തേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പോലും കാണുന്നുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില നേതാക്കന്മാർ പുറത്തു പോകുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ, അത് പറഞ്ഞ് പരിഹരിച്ച് ഒപ്പം നിർത്താൻ ശ്രമിക്കാതെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കും. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂരിനെ ഇപ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ കടന്നാക്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാജ്ഭവൻ ഉണ്ണിത്താൻ പറയുന്നു അദ്ദേഹം പാർലമെന്ററി യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പാർലമെന്റ് മറ്റു യോഗങ്ങളിലൊന്നും പങ്കെടുക്കരുത്, രഹസ്യങ്ങൾ ചോരും, നരേന്ദ്രമോദിക്ക് കൊണ്ട് രഹസ്യം ചോർത്തി കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു മൂന്നാംകിട മനുഷ്യരെ പോലെ സംസാരിക്കുന്ന പോലെ തോന്നില്ലേ? ഒരു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നടക്കുന്ന എന്തെങ്കിലും ചർച്ചകളോ തീരുമാനങ്ങളോ അത് നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽ പോലും എത്തേണ്ട വിഷയമല്ല. നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നരേന്ദ്രമോദി അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പോലും അടുത്ത കാലഘട്ടങ്ങളിലായി നരേന്ദ്രമോദി കാണുന്നില്ല. കേരളത്തിൽ മാത്രമല്ലേ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആധിപത്യം സ്ഥാപിക്കാനെങ്കിലുമുള്ള സാഹചര്യമുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാലും കെ മുരളീധരൻ ഇത് പറയാനുള്ള അവകാശം എന്താണ്? കെ മുരളീധരൻ ഒരു കാലത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ പോയതാണ്? സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും DIC-യുടെ ഭാഗമാവുകയും അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കിയിട്ടുള്ള കെ മുരളീധരൻ എങ്ങനെയാണ് ഇപ്പോൾ അച്ചടക്കക്കാരനായി മാറിയത്? 1 രൂപയുടെ മെമ്പർഷിപ്പിന് വേണ്ടി എത്രയോ കാലം കാത്തുനിന്ന സാഹചര്യം കെ മുരളീധരന്റെ മുന്നിലുണ്ട്. അപ്പോ പാർട്ടി വിട്ടുപോകാതെ പാർട്ടിയിൽ നിന്ന് തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ശശി തരൂരിനെ പോലുള്ള ഒരാളെ കെ മുരളീധരൻ അടക്കമുള്ളവർ കടന്നാക്രമിക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നാൻ കൊടുത്തിരിക്കുന്ന, ഇനി ജയിച്ചാൽ കുപ്പായം തുന്നാനായി ഇപ്പോഴേ നിലവിൽ കൊടുത്തിരിക്കുന്ന ചിലരാണ് അതിന് പിന്നിലെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ കെ മുരളീധരൻ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും VD സതീശനെ പോലുള്ള ഒരാളെ വെച്ചിട്ടോ ഒന്നും അധികകാലം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ഒരു പക്ഷേ ഭരണത്തിൽ വരണമെങ്കിൽ ശശി തരൂരിനെ പോലെ ഒരാളെ മുൻനിർത്തി കേരളത്തിൽ മത്സരത്തിനിറങ്ങിയാൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണ സാന്നിധ്യം കോൺഗ്രസിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, പിണറായി വിജയനെ ഏറ്റവും അടുത്തിരിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. അവിടെ നല്ലൊരു നേതാവിനെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ, അത്തരമൊരു നേതാവിനെ രാഷ്ട്രീയ രംഗത്ത് ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ വിജയം തന്നെയായിരിക്കും. എന്നാൽ അതില്ലാതെ കേരളത്തിലെ ലൊട്ടിലൊടുത്ത നേതാക്കന്മാരെ വെച്ചുകൊണ്ട് വീണ്ടും ഗ്രൂപ്പിസത്തിന് മകൾ ഗ്രൂപ്പിസവും ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും തകർന്നടിഞ്ഞു പോകാൻ മാത്രമേ ഈ കോൺഗ്രസിന് കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇനി ശശി തരൂരിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യത്തിന്, ശശി തരൂരിനെ പുറത്താക്കിയാൽ വലിയ രീതിയിലുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന, അദ്ദേഹത്തെ വലിയ രീതിയിൽ അംഗീകരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്താൽ അതിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് കോൺഗ്രസ് ഭയക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കണ്ട എന്ന രീതിയിൽ അദ്ദേഹത്തെ ഈ രീതിയിലൊക്കെ, അതായത് ചെറിയ ചെറിയ ഉപരോധങ്ങളും അദ്ദേഹത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് റദ്ദ് ചെയ്യാനുള്ള നീക്കവും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശശി തരൂർ എന്ന ഒരു പൊളിറ്റീഷ്യനെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേയറ്റം വിശ്വസിക്കുന്നു എന്ന് ഈ അടുത്ത നാളുകളിൽ നമ്മൾക്ക് മനസ്സിലായതാണ്. അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ BJPക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൂടെ BJPയിലേക്ക്? ഇതുവരെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു, അത് ചില ചരിത്ര സത്യങ്ങൾ തുറന്നു പറയുന്നു, അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങൾക്ക് അത് ചരിത്ര സത്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോ നമ്മളാണെങ്കിലും ഇപ്പൊ എന്നെ കുറിച്ച് പ്രീത പോലും ചില സമയങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കാറുണ്ട്. എനിക്ക് അത് ശരിയാണ്, പ്രീത പറയുന്നത് ശരിയാണെന്ന് തോന്നിയാൽ തിരുത്തിയാൽ ഞാൻ നല്ല വ്യക്തിയായി മാറുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എവിടെയെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ എടുത്താൽ കുറച്ചുകൂടി ശോഭയുള്ളതായി, കുറച്ചുകൂടി സംഘടന കുറച്ചുകൂടി മെച്ചപ്പെട്ടതാവുകയാണ് ചെയ്യുന്നത്. അതിനു പകരം ഇത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ ആക്രമിക്കുകയും അവരെ ആക്രമിച്ചില്ലാതാക്കുകയും അവരെ പാർട്ടി വിരുദ്ധരാക്കുകയും ചെയ്യുന്ന നയം ശരിയാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതന്നെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ജേർണലിസ്റ്റുകളാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന വാർത്ത പോലും അവരെ സംബന്ധിച്ചിടത്തോളം, പല രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാർത്ത പറയുകയും ഒക്കെ അല്ലെങ്കിൽ വാർത്ത പുറത്തേക്ക് പറയുക ചെയ്യുന്നവരോട് ശത്രുതയാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയല്ല ഉണ്ടാവും.
അപ്പോ ഈ വിമർശനാത്മകമായി ഏത് കാര്യത്തെയും പറയുകയും അല്ലെങ്കിൽ വിമർശനാത്മകമായി കാണുകയും ചെയ്യുന്ന ജനങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ഇവിടെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നരേന്ദ്രമോദിക്ക് ഒരുപക്ഷെ ശശി തരൂർ അവിടേക്ക് വരും എന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ വിട്ട് BJP-യിലേക്ക് വരുമെന്ന ചിന്തയില്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ ഒരു ക്ഷണം നടത്താത്തത്. മാത്രമല്ല കോൺഗ്രസ് എന്ന ലേബലിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു സുപ്രഭാതത്തിൽ പോയി നിങ്ങൾ ഞങ്ങളോടൊപ്പം വരുന്നോ എന്ന് ചോദിക്കുന്നത് ശരിയായ ഒരു നടപടിയാണോ? അതൊരു രാഷ്ട്രീയത്തിലൊരു ഫെയറായ കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ തരത്തിലൊരു നീക്കം നടത്താത്തത്. പക്ഷേ സമീപ ഭാവിയിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇനി ശശി തരൂരിന് കോൺഗ്രസുമായി മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ ആ ആശയധാരയുമായി യോജിച്ചു പോകാൻ കഴിയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രവർത്തനവുമായി പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം വിദേശകാര്യങ്ങളിൽ പോയി നന്നായി സംസാരിക്കാൻ അറിയുന്ന ദേശീയത. ഇപ്പോ രണ്ട് കാര്യം ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ ഇകഴ്ത്തുകയും കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ഇകഴ്ത്തുകയും ചെയ്യുന്ന കോൺഗ്രസ്സുകാരെയാണ് നമ്മൾ കാണുന്നത്. അവിടെ മറിച്ച് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന, ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണമാണെങ്കിലും ഒക്കെ ഉണ്ടായപ്പോ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന രാജ്യസ്നേഹിയായ ഒരാളെയാണ് നമ്മൾ ശശി തരൂരിലൂടെ ഇപ്പൊ കാണുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? ആ രാജ്യസ്നേഹം, അല്ലെങ്കിൽ അത് അദ്ദേഹം ഒരു രാജ്യസ്നേഹി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി അത്തരം കാര്യങ്ങൾ സംസാരിച്ച് പരിചയമുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഏത് തരത്തിലുള്ള അടവ് നയങ്ങളും ഏത് തരത്തിലുള്ള തീരുമാനവും നരേന്ദ്രമോദി എടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അത്തരം ഒരു തീരുമാനത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കാൻ തയ്യാറായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ ഡെലിഗേഷനിൽ അദ്ദേഹം പോയിട്ടുള്ളത്. അത് അദ്ദേഹം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മറ്റു രാജ്യങ്ങളിൽ പോയി ഇകഴ്ത്തി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ സ്വന്തം രാജ്യത്ത് നിലനിൽക്കുന്ന അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണെന്ന് നോക്കണം. വെറും ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയി മറ്റൊരു രാജ്യത്ത് പോയി രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ശ്രമങ്ങൾ നടത്തുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ പ്രധാനമായി ഈ പഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടതല്ലേ ഏതൊക്കെ തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടുണ്ടായിരുന്നത്. അവിടെ വ്യത്യസ്തനാവുകയും രാജ്യത്തോടൊപ്പം നിൽക്കുകയും കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത ശശി തരൂരിനെ പോലെ ഒരാളെ ഡെലിഗേഷനായി വിടുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതിന് അദ്ദേഹത്തെ ക്രൂശിക്കേണ്ട സാഹചര്യം എന്താണുള്ളത്?